ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കസ്രാവ് കറിയാണ്. നല്ല അടിപൊളി കറിയാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമായ സാധനം എന്ന് പറയുന്നത് ഒരു തക്കാളി, കുറച്ച് ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം പച്ചമാങ്ങ ഞാനിവിടെ പുളിക്ക് പകരം യൂസ് ചെയ്തതാണ്. ഒരു പുളിയുള്ളൊരു ചെറിയ കഷ്ണം, ഇത് കുറച്ച് പഴുത്തു പോയിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം മാങ്ങ എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു പകുതി തേങ്ങ ചിരകിയത്, പിന്നെ നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഒരു ചെറിയ കഷ്ണം ഉണക്കസ്രാവ്. ഇത്രയും സാധനമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ കംപ്ലീറ്റ് ആയിട്ടും ആ പാനിലേക്ക് ഇടാം. എന്നിട്ടത് ചെറുതായിട്ടൊന്ന് വറുത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, നമുക്ക് കംപ്ലീറ്റ് ഇടേണ്ട, കുറച്ച് ഇടാം എല്ലാം. എന്നിട്ട് ഒന്ന് വറുത്തൊരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് നേരത്തെ കഷ്ണാക്കി വെച്ച ആ തക്കാളി കുറച്ചിടാം. അതും കുറച്ച് പിന്നെ എനിക്ക് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് നമുക്കിത് അരയ്ക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് കുരുമുളക് പൊടി ഇടണമെന്നില്ല. ഒരു നുള്ളു കുരുമുളക് ഇടാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇനി നമുക്ക് വറുത്ത് വെച്ച തേങ്ങ മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അതുപോലെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച മീൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പ് വേണ്ട, മഞ്ഞളും മുളകും ഇട്ട് നന്നായിട്ട് പുരട്ടി ഇങ്ങനെ വെക്കാം. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ ബാക്കി വെച്ച ചെറിയുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് എന്നിവയൊക്കെ ഇട്ടിട്ട് നേരത്തെ മഞ്ഞളും മുളകും ഇട്ട് വെച്ച മീനും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പച്ചമാങ്ങയും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ആ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറവിടാനായിട്ട് ഒരു പാത്രം ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കറിവേപ്പിലയും ഇട്ടിട്ട് അതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഇടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.